നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം ഈ ഭൂമിയിലുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഈശ്വര ചൈതന്യത്താൽ നിറഞ്ഞു തുളുമ്പുന്ന, ഈശ്വര ചൈതന്യത്താൽ ഭക്തി നിർഭരമാകുന്ന മറ്റൊരു കർക്കിടക മാസം കൂടി പിറക്കാൻ പോവുകയാണ്. മറ്റൊരു രാമായണ മാസം പിറക്കാൻ പോകുന്നു. ഈ വരുന്ന 17-ാം തീയതി വെള്ളിയാഴ്ചയാണ് കർക്കിടക മാസം അഥവാ രാമായണ മാസം 1-ാം തീയതി എന്ന് പറയുന്നത്. 1-ാം തീയതി അമ്പലത്തിൽ തൊഴാൻ പോകുന്നവര്, അതല്ലെങ്കിൽ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നവര്, കർക്കിടക മാസത്തിൽ എപ്പോഴെങ്കിലും അമ്പലത്തിൽ തൊഴാൻ പോകുന്നവര്, ഞാൻ ഈ പറയുന്ന വഴിപാട് അമ്പലത്തിൽ ചെയ്യണേ, പുഷ്പാഞ്ജലി അമ്പലത്തിൽ ചെയ്യണേ. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അതിൻ്റെ ചൈതന്യവും ഐശ്വര്യവും ഉണ്ടാകും. ഈശ്വര കൃപയാൽ വരുന്ന ഒരു വർഷക്കാലം എല്ലാത്തരം ഐശ്വര്യങ്ങളും സകല ദോഷങ്ങളിൽ നിന്ന് മുക്തിയും നേടും. ഒരു വർഷത്തെ ഫലമാകട്ടോ. എല്ലാവരും നിസ്സാര തുകയാവുള്ളൂ. എല്ലാവരും ജഗദീശ്വരനെ വിചാരിച്ച് ഭഗവതിയെ വിചാരിച്ച് അമ്പലത്തിൽ പോകുമ്പം ഈ രാമായണ മാസത്തിൽ ഈ പുഷ്പാഞ്ജലി ചെയ്ത് തൊഴണം കേട്ടോ. അത് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഈശ്വരനായിട്ടാണ് എന്നെ കൊണ്ട് ഇന്ന് ഇവിടെ പറയിച്ചത്, നിങ്ങളിത് കേൾക്കാനിടയായത്. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരാൻ ഭഗവാനായിട്ടൊരു വഴി കാട്ടിത്തന്നതാണ് എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, ഏത് അമ്പലത്തിലാണ് ചെയ്യുന്നത് ഉചിതം എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, കർക്കിടക മാസത്തെ സംബന്ധിച്ചിടത്തോളം നാരായണ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് ഏറ്റവും കെങ്കേമമാണ്. നാരായണ ക്ഷേത്രം അഥവാ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാം. ശിവക്ഷേത്ര ദർശനവും തുല്യമായി തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇത് രണ്ടും അല്ലാതെ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ, നിങ്ങളുടെ കുടുംബദേവത ആരുമായിക്കൊള്ളട്ടെ, ഏത് ഭാവത്തിലുള്ള ദേവൻ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ കുടുംബക്ഷേത്രത്തിലും ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന വഴിപാട് ചെയ്യാവുന്നതാണ്. ശിവക്ഷേത്രത്തിൽ പോകുന്നവര്, ശിവക്ഷേത്രമാണ് വീട്ടിനടുത്തുള്ളത്, അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് അവിടെ ചെയ്തോളൂ. ഞാനത് വഴിപാട് പറഞ്ഞു തരാം. മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ, നാരായണ ഭാവത്തിലുള്ള ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിലാണ് വീട്ടിനടുത്തുള്ളത് തൊഴാൻ പോകുന്നതെന്നുണ്ടെ അവിടെ ചെയ്തോളൂ. അതല്ല നിങ്ങളുടെ കുടുംബക്ഷേത്രം, അത് ദേവീക്ഷേത്രമോ മറ്റ് ദേവന്മാരുടെ ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട വഴിപാടും ഞാൻ പറഞ്ഞുതരാം. ഈ 3 അടുത്ത് വഴിപാട് ചെയ്താലും ഏറ്റവും കേമമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ മനസ്സിലാക്കൂ, നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും ഓരോ രൂപ നാണയം അല്ലെ ഓരോ ചില്ലറ പൈസ 3 എണ്ണം വീതം എണ്ണി വാങ്ങിക്കണം കേട്ടോ. അത് വേറെ ഒന്നിനുമല്ല, അമ്പലത്തിൽ കാണിക്കയായിട്ട് ഇടാനാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കൾ, 4 പേരടങ്ങുന്ന കുടുംബമാണെന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യം അച്ഛൻ അഥവാ ഗൃഹനാഥൻ്റെ കയ്യിൽ നിന്ന് 3 നാണയം തലയ്ക്കൊഴിഞ്ഞു വാങ്ങിക്കുക. 3 നാണയം, അത് 1 രൂപയുടെ 5 രൂപയുടെയോ 10 രൂപയുടെ ഏതോ ആയിക്കൊള്ളട്ടെ, നാണയം ആയിരിക്കണമെന്ന് മാത്രം. ഒരു 3 നാണയം ആ ഗൃഹനാഥൻ്റെ കയ്യിൽ നിന്ന്, ഉദാഹരണം പറയുകയാണ്, 4 പേരുള്ള കുടുംബമാണെങ്കിൽ ഗൃഹനാഥൻ്റെ കയ്യിൽ നിന്ന് 3 നാണയം ഒഴിഞ്ഞു വാങ്ങിക്കുക. നിങ്ങൾ ഗൃഹനാഥയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥ 3 എണ്ണം ഒഴിഞ്ഞു വാങ്ങിക്കുക. കുട്ടികൾ 2 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് 2 പേരുടെ കയ്യിൽ നിന്ന് 3 നാണയം ഒഴിഞ്ഞു വാങ്ങിക്കുക. അതിന് ഒന്നിച്ച് ഒരു 10-20 രൂപ ചില്ലറ മാറി വെച്ചിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ 3 നാണയം കൊടുത്ത് തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ 10 പേരുള്ള കുടുംബമാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 3 നാണയം ഒഴിഞ്ഞു വാങ്ങിക്കുക. 5 പേരുള്ളയാണെങ്കിൽ 5 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. 2 പേരുള്ളയാണെങ്കിൽ 2 പേര് ഒഴിഞ്ഞു വാങ്ങുക. ഇങ്ങനെ വാങ്ങിക്കുക. ഇത് വാങ്ങുന്ന എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. അതിന് കൃത്യമായ രീതിയുണ്ട്. ഇപ്പം രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് കർക്കിടക 1-ാം തീയതി ദിവസമോ അല്ലെ കർക്കിടക മാസത്തിൽ എപ്പോഴെങ്കിലുമോ നിങ്ങൾ അമ്പലത്തിൽ വീക്കെൻഡ് കണക്കാക്കിയൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യമായിട്ട് രാവിലെ പോകുന്നതാണ് ഏറ്റവും ഫലം എന്ന് പറയുന്നത്. ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നതാണ് കർക്കിടക മാസത്തെ സംബന്ധിച്ചിടത്തോളം. മറ്റ് മാസങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, വൈകുന്നേരം പോകുന്നതൊക്കെ ശ്രേഷ്ഠമാണ്, അങ്ങനെയുള്ള മാസങ്ങളുണ്ട്. പക്ഷെ കർക്കിടകത്തെ സംബന്ധിച്ചിടത്തോളം പുലർച്ചെയുള്ള രാവിലെയുള്ള ദർശനമാണ് ഏറ്റവും ഫലവത്തായ ദർശനം എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് അമ്പലം എടുത്തു നോക്കിക്കോളൂ, രാവിലെ ഗംഭീര തിരക്കായിരിക്കും, അതേസമയം സന്ധ്യയ്ക്ക് ആൾ കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ദർശന വിധി പ്രകാരം കർക്കിടക മാസത്തിലെ പ്രഭാത ദർശനങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും
ആ ഒരു ഫലസിദ്ധി കിട്ടുന്നത് എന്ന് പറയുന്നത്. മറ്റൊന്ന് മോശമെന്നല്ല പറയുന്നത്, പക്ഷേ രാവിലെ അമ്പലത്തിൽ പോകുന്നതാണ് കൂടുതൽ ഉത്തമം. അപ്പോൾ രാവിലെ അമ്പലത്തിൽ ചെല്ലുക. അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് കുടുംബമായിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം, അല്ല ഒരാൾ മാത്രം ഗൃഹനാഥൻ മാത്രമാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ആവാം, ഗൃഹനാഥ മാത്രമാണെങ്കിൽ അങ്ങനെ ആവാം. കുടുംബമായിട്ട് പോയാൽ കൂടുതൽ നല്ലത്, ഇത്രയും ഒരു ഐശ്വര്യം നിറഞ്ഞ ഒരു മാസമായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ പോകുന്ന സമയത്ത് നേരെ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പം എല്ലാവരുടെ സെറ്റിൽ നിന്ന് ഓരോ രൂപ നാണയം ഉണ്ടല്ലോ, ഓരോ രൂപ വെച്ചിട്ടുണ്ടല്ലോ, അല്ലെ ഓരോ നാണയം വെച്ചിട്ടുണ്ടല്ലോ, അത് 1 രൂപ 5 രൂപ ഏതും ആയിക്കോട്ടെ, നാണയം വെച്ചിട്ടുണ്ടല്ലോ. ആദ്യം തന്നെ ചെല്ലുന്ന ഉടനെ തന്നെ 4 നാണയം എടുത്ത് ഐശ്വര്യമായിട്ട് ഗണപതി ഭഗവാൻ അങ്ങ് സമർപ്പിക്കുക. ആർക്കാണ്? ഗണപതി ഭഗവാന്റെ നടയ്ക്കൽ സമർപ്പിക്കുക. ഗണപതി ഭഗവാന് അവിടെ നാണയം സമർപ്പിച്ച് 12 ഏത്തം ഇട്ടങ്ങ് ഗണപതി ഭഗവാനെ തൊഴുക. ഓം ഗം ഗണപതേ നമ. കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങളിലും ഒരു ഗണപതി പ്രതിഷ്ഠ ഉണ്ടാകും. ഗണപതി ഭഗവാൻ ഇല്ലാതെ ഒരു പൂജയും പൂർണ്ണമാവില്ല. ആ ഗണപതി സ്ഥാനത്ത് പോയി തൊഴുത് ഭഗവാന് കാണിക്ക ഇട്ടുകൊണ്ട് വേണം കാണിക്ക ദർശനം വഴിപാട് തുടങ്ങാനെന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുത് ആ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഓരോ രൂപ എടുത്ത് ആ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക. ഓം ഗം ഗണപതേ നമ എന്ന് 3 തവണ ചൊല്ലി 12 തവണ ഏത്തവിട്ട് ഗണപതി ഭഗവാനെ തൊഴുക. ഗണപതി ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ അടുത്ത ഇത് കൊടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗരാജാവ് നാഗയക്ഷി അമ്മയുടെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടാണ് നിങ്ങൾ ആ നാണയം, 2ാമത്തെ നാണയം എല്ലാവരുടെയും നിന്ന് ഓരോന്നെടുത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി നാഗരാജ പ്രതിഷ്ഠ ഇല്ലാത്ത ചില അമ്പലങ്ങളുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാഗരാജാവിനെയും നാഗയക്ഷി അമ്മയും മനസ്സിൽ സങ്കല്പിച്ച് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഏത് ദേവനാണോ ദേവിയാണോ ആ നടയ്ക്കൽ അതങ്ങ് ഇട്ടാൽ മതി. ഇനി അതില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. പക്ഷെ സർപ്പക്കാവുള്ള അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ രൂപ നാണയം ഇത്തരത്തിൽ 3 പേരുടെ അല്ലെ 5 പേരുടെ എത്ര പേരുടെയാണോ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ രൂപ അവിടെ ഇടുക, അല്ലെങ്കിൽ ഓരോ നാണയം അവിടെ ഇടുക. 3ാമത്തേത് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന ദേവൻ ആരാണോ, അവിടുത്തെ പ്രധാന ദേവി ആരാണോ ആ പ്രധാന ദേവിക്ക് സമർപ്പിക്കാനുള്ളതാണ്. ഇങ്ങനെ നാണയം ഓരോന്നും വീട്ടിലുള്ളവരുടെ തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിച്ച്, ഇപ്പം ചില വീടുകളിലൊക്കെ ചിലപ്പം മക്കൾ നാട്ടിലുണ്ടാവണമെന്നില്ല, അന്യദേശത്തായിരിക്കും. അപ്പം അച്ഛനമ്മമാരാരെങ്കിലും ഒരാൾ അവരെ സങ്കല്പിച്ചുകൊണ്ട്, മനസ്സിൽ അവരെ സങ്കല്പിച്ചുകൊണ്ട് അവരുടെ പേരും നാളും ഒന്ന് പറഞ്ഞ് എൻ്റെ മക്കൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞ് ഓരോ രൂപ എടുത്തുകൊണ്ട് പോയാൽ മതി. ഇപ്പം മക്കൾ ചിലപ്പോൾ വിദേശത്തോ അന്യനാട്ടിൽ നിന്ന് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ആയിരിക്കും. അപ്പം ചിലപ്പം അച്ഛനമ്മമാർക്ക് അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, കുഞ്ഞുങ്ങളില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. അവരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നാണയം അവർക്ക് വേണ്ടി 3 എണ്ണം എടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ 3ാമത്തെ നാണയവും എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുക. ഇത്രയും സമർപ്പിച്ച് തൊഴുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഒരേപോലാണ് ചെയ്യേണ്ടത്. ശിവക്ഷേത്രത്തിൽ പോയാലും ഇതിങ്ങനെ സമർപ്പിച്ച് തൊഴണം. നിങ്ങൾ വിഷ്ണു അമ്പലത്തിൽ പോയാലും നാരായണമൂർത്തി ക്ഷേത്രങ്ങളിൽ പോയാലും ഇങ്ങനെ തന്നെ സമർപ്പിച്ച് തൊഴണം. അതല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ആണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഇങ്ങനെ സമർപ്പിച്ച് തൊഴണം. അപ്പോൾ ഇത് ഏത് അമ്പലത്തിൽ പോയാലും ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലായിടത്തും ഒരുപോലാണ് നാണയം സമർപ്പിച്ച് തൊഴുന്നതെന്ന് പറയുന്നത്. ഇനി വഴിപാട് പുഷ്പാഞ്ജലി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നത്. ശിവക്ഷേത്രത്തിലാണ് നിങ്ങൾ തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിലെ എല്ലാ അംഗങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിലോ നിർബന്ധമായിട്ടും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. അതായത് നമ്മളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ, അല്ലെങ്കിൽ ആയുർ ശോഷണം സംഭവിക്കുന്ന മാസമാണെന്നാണ് പറയുന്ന കർക്കിടക മാസം. ആയുർബലം കുറയുമെന്നാണ് പറയുന്ന കർക്കിടക മാസത്തിൽ. അപ്പം ആ ആയുർബലം കൂടാനായിട്ട്, ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ലഭിക്കാനായിട്ട്, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, മറ്റ് ദുർനിമിത്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ, ആ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഒന്നുകിൽ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കർക്കിടകത്തിൽ കഴിപ്പിക്കുക. ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ഇനി എല്ലാവർക്കും ചെയ്യാനായിട്ട് പൈസ തികയുന്നില്ലെന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെ പേരിൽ ചെയ്യിക്കുക, കുടുംബത്തെ സങ്കല്പിച്ച് ഈശ്വരനെ തൊഴുക എന്നുള്ളതാണ്. അതോടൊപ്പം ഭഗവാന് ആ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഒരു ബില്വപത്ര പുഷ്പാഞ്ജലി കൂടെ കഴിപ്പിക്കണം. എന്താണ് ബില്വപത്ര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ? കൂവളത്തിലകൾ കൊണ്ടുള്ള അർച്ചന. അതാണ് ബില്വപത്ര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ബില്വപത്ര പുഷ്പാഞ്ജലി എന്നും, ചില ക്ഷേത്രങ്ങളിൽ ബില്വപത്ര പുഷ്പാഞ്ജലി എന്നും, ചില ക്ഷേത്രങ്ങളിൽ കൂവളത്തില കൊണ്ടുള്ള ഭഗവാന് പ്രത്യേക അർച്ചന എന്ന് പറഞ്ഞും പല രീതിയിൽ ഇത് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവിടെ ഏത് പേരിലാണ് ഇത് അറിയപ്പെടുന്നതെന്നുള്ളത്. അപ്പം കൂവളത്തില കൊണ്ട് ഭഗവാന് ബില്വപത്ര പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക. അതിന് പേരും നാളും പറഞ്ഞു കൊടുത്ത് ഒന്നുകിൽ എല്ലാവരുടെ പേരിലും അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ പേരിലും
രസീതാക്കുക. എല്ലാവർക്കും എല്ലാവരുടെയും പേര് ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. 2 പുഷ്പാഞ്ജലിയും ഈ മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും, മഹാമൃത്യുഞ്ജയ ഹോമം അല്ല കേട്ടോ, തെറ്റിപ്പോരുത്, പുഷ്പാഞ്ജലിയാണ്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ്. അപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്കും രസീതാക്കുക, ബില്ലുപത്ര പുഷ്പാഞ്ജലിക്കും രസീതാക്കുക. ഈ 2 രസീതും കൂടെ അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ തൊഴുന്നവർ അവിടെ കൊടുക്കുന്ന സമയത്ത് തിരുമേനി അതിന് പൂജ കഴിച്ച് 2 പുഷ്പാഞ്ജലി പ്രസാദവും തരും. ആ പുഷ്പാഞ്ജലി പ്രസാദം തരുന്ന സമയത്ത് തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക. നമുക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ദക്ഷിണ കയ്യിൽ കരുതുക, അത് തിരുമേനിക്ക് സമർപ്പിക്കുക. അതിനുശേഷം ആ പ്രസാദമായിട്ട് വേറെ എങ്ങും പോകാൻ നിൽക്കരുത്, നേരെ വീട്ടിൽ വന്ന് കയറുക എന്നുള്ളതാണ്. അത് കൊണ്ടുവന്ന് പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്ത് ഓരോ ആയിട്ട് ഒരു ദിവസം മൊത്തം വെച്ചേക്കുക എന്നുള്ളതാണ്. ആ പ്രസാദം വീട്ടിലെല്ലാവരും അണിയുക. കുളിച്ച് വന്നു കഴിഞ്ഞ് എല്ലാവർക്കും ആ പ്രസാദം അണിയാവുന്നതാണ്. കുറച്ച് ഭസ്മം കൊണ്ടുവന്ന് വീട്ടിൽ അത്തരത്തിൽ വെച്ച് ദിവസം അണിയുന്നതും ശിവക്ഷേത്രത്തിൽ നിന്ന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ശിവക്ഷേത്രത്തിൽ പോകുന്നവർ ചെയ്യേണ്ടത്. ഇനി വിഷ്ണു അമ്പലത്തിലാണ് തൊഴാൻ പോകുന്നതെങ്കിലോ, കർക്കിടക മാസത്തിൽ എല്ലാവരും പോകുന്നത് വിഷ്ണു അമ്പലങ്ങളിലാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ, നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ, പരശുരാമ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഏതൊക്കെ ഭാവങ്ങളിൽ ക്ഷേത്രം ഉണ്ടോ അവിടെ എല്ലാം തൊഴാൻ പോകും. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിൽ എല്ലാം നമ്മൾ തൊഴാൻ പോകാറുള്ളതാണ്. ശങ്കരനാരായണ സ്വാമി ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ആ നാരായണ ക്ഷേത്രത്തിലാണ് നിങ്ങൾ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ നാരായണ ക്ഷേത്രത്തിൽ നിങ്ങൾ ആയുർ സൂക്ത പുഷ്പാഞ്ജലിക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ രസീതാക്കണം. ശിവക്ഷേത്രത്തിൽ നമ്മൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്ക് എങ്ങനെയാണോ രസീതാക്കിയത് അതുപോലെ തന്നെ വരുന്ന കാര്യമാണ് നാരായണ ക്ഷേത്രത്തിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. നമ്മളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും നമ്മളുടെ ദീർഘായുസ്സിനും ഐശ്വര്യത്തിനും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അനർത്ഥങ്ങൾ, നമ്മളുടെ ആയുസ്സിന് കോട്ടം തട്ടുന്ന എല്ലാ രീതിയിലുള്ള അനർത്ഥങ്ങൾ, അപകടങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ഈ ആയുർ സൂക്ത പുഷ്പാഞ്ജലി നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അത് ഈ കർക്കിടകത്തിൽ ചെയ്യുന്നത് ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ ഗൃഹനാഥൻ്റെയോ നാഥയുടെയോ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് സുദർശന പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട്. ഒന്നുകിൽ സുദർശന പുഷ്പാഞ്ജലി ചെയ്യിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യിക്കാം മഹാവിഷ്ണു അമ്പലത്തിൽ. ഒന്നുകിൽ സുദർശന പുഷ്പാഞ്ജലി, ചില അമ്പലങ്ങളിൽ സുദർശന പുഷ്പാഞ്ജലി നടത്തി കൊടുക്കില്ല, ചില അമ്പലങ്ങളിൽ ഉണ്ടാവില്ല, അവിടുത്തെ ചില പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട ചില ഭാവകാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ വിട്ടേക്കൂ. അതിന് പകരം നിങ്ങൾ ഭാഗ്യസൂക്തം ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പേര് ചെയ്യിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൃഹനാഥൻ്റെയോ നാഥയുടെയോ അല്ലെ മക്കളുടെ പേരിലോ ഒക്കെ മാറിയും തിരിഞ്ഞും ചെയ്യിക്കാവുന്നതാണ്. ഇതാണ് വിഷ്ണു അമ്പലത്തിൽ ചെയ്യേണ്ടത്. ഇനി ശിവക്ഷേത്രത്തിലും വീട്ടിനടുത്തില്ല, പോകാൻ പറ്റുന്നില്ല, വിഷ്ണു അമ്പലവും ദൂരെയാണ്, നമുക്ക് ദേവീ ക്ഷേത്രമാണ് അടുത്തുള്ളത്. ദേവീ ക്ഷേത്രത്തിൽ അതിരുമേനി ഞാൻ തൊഴാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദേവീ ക്ഷേത്രത്തിൽ പോകുന്നവർ നിർബന്ധമായിട്ടും അവിടെ പോയിട്ട് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട്. ഒറ്റ പുഷ്പാഞ്ജലി ചെയ്താൽ മതി. എന്താണ് അതിൻ്റെ പേര്? ശ്രീ സൂക്ത പുഷ്പാഞ്ജലി. അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് സർവം എന്നുള്ളതാണ്. ദേവീ ക്ഷേത്രത്തിൽ ശ്രീ സൂക്തം നടത്തുന്നത്, ഭാഗ്യസൂക്തം അല്ല, തെറ്റിപ്പോവരുത്, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് തന്നെ രസീതാക്കണം. ശ്രീ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശ്രീ സൂക്ത പുഷ്പാഞ്ജലിക്കൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗംഭീര പുഷ്പാഞ്ജലിയാണ് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. എന്താണ് പേര്? ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി. അപ്പം ശ്രീ സൂക്തവും ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിയും നേരത്തെ പറഞ്ഞ അമ്പലത്തിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇനി കുടുംബക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിലോ, ഇനി ഈ ദേവീ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലും ഒക്കെ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ കുടുംബദേവതയെ കാണാൻ പോകുന്നതാണ്. കർക്കിടക മാസത്തിൽ, രാമായണ മാസത്തിൽ കുടുംബദേവതയെ തൊഴുന്നതിൽ പര ഐശ്വര്യം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. കുടുംബദേവതയെ തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമാണ്. കുടുംബദേവത നല്ല പ്രസന്നവദനയായിട്ട് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. കുടുംബക്ഷേത്രത്തിലാണ് തൊഴാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, വെറും കൈയോടുകൂടി അങ്ങ് ചെന്നാൽ മതി. ചെല്ലുന്ന സമയത്ത് അവിടുന്ന് എവിടുന്നെങ്കിലും നിങ്ങൾ എണ്ണയും തിരിയും വാങ്ങിച്ച് കൊണ്ടുപോയി കുടുംബദേവതയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. എണ്ണയും തിരിയും വാങ്ങിക്കൊണ്ടു പോവുക. കുടുംബദേവതയ്ക്ക് വേറെ ഒരു പുഷ്പാഞ്ജലിയും നിങ്ങൾ എഴുതിച്ചില്ലെങ്കിലും, എഴുതിക്കുന്നവർക്ക് എഴുതിക്കുക. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഏതാണോ അതിനെ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എഴുതിക്കേണ്ടത് എഴുതിച്ച് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എണ്ണയും തിരിയുമായിട്ട് നിങ്ങളൊന്ന് പോയി തൊഴുതു നോക്കിക്കേ. എണ്ണയും തിരിയും മാത്രം കടയിൽ നിന്ന് വാങ്ങിച്ച് ആ നടക്കൽ കൊണ്ടുപോയി വെച്ച് ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ കുടുംബദേവതയെ തൊഴുന്നത് മേൽപ്പറഞ്ഞ എല്ലാ ദേവീദേവന്മാരെ തൊഴുന്നതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഫലം തരുന്ന കാര്യമാണ് എന്നുള്ളതാണ്.
അപ്പം കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ ഈ ഒരൊറ്റ കാര്യം എണ്ണയും തിരിയും വാങ്ങിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് കുടുംബമായിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ആ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക. അതിൻ്റെ ഗുണം ആ കുടുംബത്തിന് മൊത്തം കിട്ടും. അപ്പം ഇതാണ് കുടുംബക്ഷേത്രത്തിൽ ചെയ്യുന്നത്. അപ്പം ഈ ഏത് അമ്പലത്തിൽ പോയാലും, വിഷ്ണു അമ്പലത്തിൽ പോയാലും, ശിവൻ്റെ അമ്പലത്തിൽ പോയാലും, ദേവീക്ഷേത്രത്തിൽ പോയാലും, കുടുംബക്ഷേത്രത്തിൽ പോയാലും 3 നാണയം ഓരോരുത്തരും ഒഴിഞ്ഞു വാങ്ങിച്ച് കൊണ്ടുപോകാനായിട്ട് മറക്കരുത്. അത് ഗണപതി ഭഗവാനും നാഗദൈവങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിലെ നമ്മളുടെ ഈ ഭൂമിയുടെ അവകാശികളായ നാഗദൈവങ്ങൾക്കും വിഘ്നേശ്വരനായ മഹാഗണപതി ഭഗവാനും അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയ്ക്കും ആ നാണയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം, അങ്ങനെ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഫലം ഇരട്ടിയാണ് എന്നുള്ളതാണ്. അപ്പം ഈ വിധി പ്രകാരം നിങ്ങളെല്ലാവരും പോയി തൊഴുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടും. നന്നായി വരും. എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ചോദ്യങ്ങൾ, എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അമ്മ പൊന്നമ്മ പൊന്നുമഹാമായ മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.